ചില വാക്കുകളുടെ പ്രയോഗം ഭയങ്കര കൺഫ്യൂസിങ് അല്ലേ? ഇംഗ്ലീഷിലെ ചില വാക്കുകൾ നമുക്ക് ഒരു സെൻറ്റൻസിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൽ സംശയം വരും. അതിനൊരു കാരണമുണ്ട്. അത് അഡ്ജക്റ്റീവും ആഡ്വേർബും ഒക്കെ ആകുമ്പോൾ അതിൻ്റെ അർത്ഥം മാറും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലി എന്ന വാക്കിൻ്റെ യൂസേജാണ്. ONLY, ഓൺലി എന്ന വാക്ക് നമുക്ക് എങ്ങനെ സെൻറ്റൻസിൽ ഉപയോഗിക്കാം, ഏതൊക്കെ ഡിഫറെൻറ്റ് ഫോംസിൽ അത് വരും എന്നൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ ഇത് ആഡ്വേർബായിട്ടും എഡ്ജക്റ്റീവായിട്ടും കൺജങ്ഷനായിട്ടും നമുക്ക് ഉപയോഗിക്കാം. സോ ഓൺലി ക്യാൻ ഐദർ ബി an adverb, adjective or a conjunction. ഈ മൂന്ന് രീതിയിലും ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ അർത്ഥം മാറും. അതായത് ആഡ്വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഓൺലി, അത് മാത്രമേ ഉള്ളൂ, അതല്ലാതെ മറ്റൊന്നില്ല എന്നർത്ഥമാണ് വരുന്നത്. അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്കാണ്, അതുപോലെ ഒന്നേ ഉള്ളൂ എന്നർത്ഥം. എന്നാൽ കൺജങ്ഷനായിട്ട് വരുമ്പോൾ എക്സെപ്റ്റ് ദാറ്റ്, ബട്ട് എന്നുള്ള അർത്ഥമാണ് ഓൺലിക്ക് വരുന്നത്. ഈ ഓൺലിയുടെ ഒരു കാര്യമല്ലേ മൊത്തം കൺഫ്യൂഷൻ ആക്കുകയാണ്. വിഷമിക്കേണ്ട, നമുക്കിത് സെൻറ്റൻസിൽ ഉപയോഗിച്ച് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് ഒന്നേ ഉള്ളൂ എന്നുള്ള അർത്ഥം ഉണ്ടാക്കുന്നതാണേ. ഇതിൽ നമ്മൾ ഒന്നേ ഉള്ളൂ അല്ലെങ്കിൽ അതേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ എന്നുള്ള അർത്ഥമാണ്. ഐ വാസ് ദ ഓൺലി പേഴ്സൺ ഇൻ ദ ട്രെയിൻ. ട്രെയിനിൽ ഞാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം നമ്മളോട് എങ്ങനെയും ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ചോദിക്കാം, ഈസ് ദിസ് ദ ഓൺലി വേ ടു ഡു ഇറ്റ്? ഈ ഒരു രീതി മാത്രമേ നമുക്ക് ചെയ്യാൻ. പിന്നെ നമുക്ക് പറയാം, ദ ഓൺലി തിങ് ദാറ്റ് മാറ്റേഴ്സ് ഇസ് ദാറ്റ് യു ആർ ഹെൽത്തി. എന്താണ് ദ ഓൺലി തിങ് ദാറ്റ് മാറ്റേഴ്സ് ഇസ് ദാറ്റ് യു ആർ ഹെൽത്തി. പിന്നെ നമുക്കറിയാം, അയ്യോ ദാറ്റ് വാസ് ദി ഓൺലി തിങ് ഐ കുഡ് ഡു. എനിക്കത് മാത്രമേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ദാറ്റ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഐ കുഡ് ഡു. Deepa was the only person to complain. ഇങ്ങനെ പറയാം, Deepa was the only person to complain. ഒരാരും കംപ്ലൈൻറ്റ് പറഞ്ഞില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഈ ഓൺലി ഉപയോഗിച്ചുള്ള കുറച്ച് ജെൻഡറിക് സ്റ്റേറ്റ്മെന്റ്സ് ട്രൈ ചെയ്ത് നോക്കാമേ. നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ, മെമ്പേഴ്സ് ഓൺലി. ദിസ് ക്ലബ് ഈസ് ഫോർ മെമ്പേഴ്സ് ഓൺലി. മെമ്പേഴ്സിന് മാത്രമേ പ്രവേശനമുള്ളൂ എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. ഇറ്റ്സ് ഫോർ സംതിങ് ഇൻ പെർട്ടിക്കുലർ ഓൺലി. അതുപോലെ തന്നെ ലേഡീസ് ഓൺലി, അറിയില്ലേ, അവിടെ നമ്മൾ സ്ത്രീകൾ മാത്രമേ പാടുള്ളൂ എന്ന അർത്ഥമാണ് അതിന് വരുന്നത്. പിന്നെ നമുക്കറിയാം, ഓൺലി ആൻ ഇഡിയറ്റ് വുഡ് ഡു ദാറ്റ്. ഒരു വിഡ്ഢി മാത്രമേ അത് ചെയ്യുള്ളൂ. അവിടെ നമ്മൾ ഓൺലി ഉപയോഗിക്കുന്ന വിഡ്ഢി മാത്രമേ എന്നുള്ള അർത്ഥം വരുത്താനാണ്. പിന്നെ നമുക്ക് പറയാം, ദിസ് പ്ലാന്റ് ഇസ് ഓൺലി 100 rupees. ഈ ചെടിക്ക് 100 രൂപയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഇറ്റ്സ് ഓൺലി. എല്ലാവരും പൈസ പറയുമ്പോൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ടെലിമാർക്കറ്റിംഗിൽ കേട്ടിട്ടില്ലേ, നോട്ട് 5,000, നോട്ട് 3,500, നോട്ട് 2,000, ഓൺലി 1,500. അത്രയേ ഉള്ളൂ എന്നർത്ഥമാണ് അതിൽ നിന്ന് ഉളവാക്കുന്നത്. ഒരുപാട് തമാശ പറയുന്ന കൂട്ടത്തിലാണെങ്കിലേ നമ്മൾ തമാശയൊക്കെ പറഞ്ഞിട്ട് ചിലർ ഇത് പേഴ്സണലായിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ ഹേ ഐ വാസ് ഓൺലി ജോക്കിങ്, ഐ വാസ് ജോക്കിങ്, ഐ വാസ് ജോക്കിങ് എന്നും പറയാം, അല്ലെങ്കിൽ ഐ വാസ് ഓൺലി ജോക്കിങ്. പിന്നെ നമുക്ക് സങ്കടമായിട്ടും പറയാം, ഹി ഗോട്ട് അപ്സെറ്റ് ബട്ട് ഐ വാസ് ഓൺലി ജോക്കിങ്, ഞാൻ തമാശ പറയുമായിരുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഓൺലി ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയേ ഉള്ളൂ. ഇറ്റ്സ് ഓൺലി 1,000 rupees എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഐ വാസ് ഓൺലി ജോക്കിംഗ് എന്ന് പറഞ്ഞാൽ തമാശ പറയുമായിരുന്നു എന്നർത്ഥമാണ് വരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ മനസ്സിലായി വരുന്നില്ലേ? എപ്പോൾ വന്നു? ഐ അറൈവ്ഡ് ഓൺലി 10 minutes ago. ഡിഡ് യു കം ഏർലി? അപ്പോൾ നോ, ഐ കെയിം ഓൺലി ലൈക്ക് 5 minutes ago. 5 minute ആയുള്ളൂ ഞാൻ വന്നിട്ട്. പിന്നെ നമുക്കറിയാം, ഹേ ഇറ്റ്സ് ഓൺലി 4 o'clock ബട്ട് ഇറ്റ്സ് ഓൾറെഡി ഗെറ്റിംഗ് ഡാർക്ക്. 4 മണി ആവുന്നേ ഉള്ളൂ, പക്ഷെ ദേ ഇരുട്ടി തുടങ്ങി. പിന്നെ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ, ഐ ഹവ് ഗോട്ട് ഓൺലി 1 tub of cream. ഐ ഹവ് ഗോട്ട് ഓൺലി 1, ഒന്നേ ഉള്ളൂ, കൂടുതലില്ല എന്നർത്ഥം അതിന് വരും. പിന്നെ നോക്ക് നോക്ക്, അപ്പം നമ്മൾ ചോദിക്കും ഹൂ ഇസ് ദെയർ. അപ്പോൾ പരിചയമുള്ള ആരെങ്കിലും ആണെങ്കിൽ ഹേ ഇറ്റ്സ് ഓൺലി മീ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരാൾ കയറുമ്പോൾ അത് ആരാ അത്? ഇറ്റ്സ് ഓൺലി മീ, ഞാനാ എന്ന് നമ്മൾ പറയില്ലേ, അതിന് നമുക്ക് ഉപയോഗിക്കാം.
പിന്നെ നമുക്ക് നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നിടത്ത് ഓൺലി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. നമുക്കറിയാം നോട്ട് ഓൺലി ഡിഡ് ഹി കം ലേറ്റ് ബട്ട് ഹി ഓൾസോ ഫൊർഗോട്ട് ഹിസ് ബുക്സ്. അവൻ വൈകി വന്നു എന്നുള്ളത് മാത്രമല്ല, പുസ്തകങ്ങളൊക്കെ മറന്നുപോയി. ഇഫ് ദിസ് പ്രോജക്ട് ഫെയിൽസ് ഇറ്റ് വിൽ നോട്ട് ഓൺലി എഫക്ട് അവർ ടീം ബട്ട് ദി എൻറ്റയർ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ കാര്യം കൃത്യമായി ചെയ്തില്ലെങ്കിൽ നമ്മുടെ ടീമിനെ മാത്രമല്ല മുഴുവൻ ഓർഗനൈസേഷനെയും അത് ബാധിക്കും. പിന്നെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇഫ് യു നീഡ് എനി ഹെൽപ്പ് യു ഓൺലി നീഡ് ടു ആസ്ക്. നിങ്ങൾക്ക് സഹായം എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. യു ഓൺലി നീഡ് ടു ആസ്ക്. ഇഫ് യു നീഡ് ടു നോ അബൌട്ട് എനിത്തിങ് മോർ യു ഓൺലി നീഡ് ടു ആസ്ക്. നിങ്ങൾക്ക് ചോദിച്ചാൽ മാത്രം മതി എന്ന അർത്ഥമാണ് ഈ പ്രയോഗത്തിൽ വരുന്നത്. യു ഓൺലി ഹാവ് ടു ലുക്ക് അറ്റ് ദാറ്റ് പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹീ ഈസ് ലൈയിങ്. അയാളെ നോക്കിയാൽ മതി, അയാൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും. യു ഓൺലി ഹാവ് ടു ലിസൺ ടു ഹിം ടോക്കിംഗ്, യു വിൽ നോ ഹി ഈസ് ലൈയിങ്. യു ഓൺലി ഹാവ് ടു ലുക്ക് അറ്റ് ഹർ ഫേസ് ടു നോ ഹൗ ഇന്നസെൻറ്റ് ഷീ ഈസ്. അവൾ എത്ര ഇന്നസെൻ്റ് ആണെന്നുള്ളതിന് മുഖത്ത് നോക്കിയാൽ മതി എന്നർത്ഥമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ ഓൺലി ഉണ്ടല്ലോ വേർബിൻ്റെ കൂടെ ഉപയോഗിക്കാം. അതായത് ഹിസ് ആറ്റിറ്റ്യൂഡ് ഓൺലി കൺഫേംസ് അവർ ഡൗട്ട്. അയാളുടെ സ്വഭാവ രീതി നമ്മുടെ സംശയത്തെ ഉറപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കൺഫേംസ് എന്ന വേർബിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. ഹിസ് ആറ്റിറ്റ്യൂഡ് ഓൺലി കൺഫേംസ്. ഹിസ് ആറ്റിറ്റ്യൂഡ് കൺഫേംസ് അവർ ഡൗട്ട് എന്നും പറയാം. അല്ലെങ്കിൽ നമ്മൾ ഹിസ് ആറ്റിറ്റ്യൂഡ് ഓൺലി കൺഫേംസ് അവർ ഡൗട്ട്. അത് നമ്മുടെ സംശയത്തെ ഉറപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഐ ഓൺലി വോണ്ട് വൺ തിങ്. എന്താണ്? എനിക്ക് ഒറ്റ കാര്യം മതി. ഐ വോണ്ട് വൺ തിങ് എന്നും നമ്മൾ പറയില്ലേ? എന്നാൽ ഐ വോണ്ട് വൺ തിങ് അല്ലെങ്കിൽ നമ്മൾ എനിക്ക് ഐ വോണ്ട് വൺ തിങ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം വേണം. ഐ ഓൺലി വോണ്ട് വൺ തിങ് എന്ന് പറഞ്ഞാൽ എനിക്കൊരൊറ്റ കാര്യം മതി. എന്താണ്? ഐ വോണ്ട് ടു ബി ഏബിൾ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് അല്ലേ? പിന്നെ നമുക്ക് അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ ഓൺലി ഉപയോഗിക്കാം. നമ്മൾ പറയാം ഇറ്റ്സ് ഓൺലി ടെമ്പററി. അത് നമ്മൾ എപ്പോഴും പറയല്ലേ, തൽക്കാലത്തേക്കുള്ള കാര്യമല്ലേ. ദർ ഇസ് നത്തിങ് ദാറ്റ് ഇസ് ദെയർ ഫോർ എവർ അല്ലേ. തിങ്സ് ചേഞ്ച് ഇന്നെവിറ്റബിൾ ആണ്. അപ്പം നമുക്ക് പറയാം ഇറ്റ്സ് ഓൾ ഓൺലി ടെമ്പററി. താൽക്കാലികമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇറ്റ്സ് ഓൺലി നാച്ചുറൽ ടു ബി അപ്സെറ്റ് വെൻ തിങ്സ് ഗോ റോങ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അപ്സെറ്റ് ആവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇറ്റ്സ് ഓൺലി നാച്ചുറൽ ഫോർ യു ടു ഡു സംതിങ് അല്ലേ. ഇറ്റ്സ് ഓൺലി നാച്ചുറൽ ദാറ്റ് യു ബിഹേവ് ദിസ് വേ. പിന്നെ നമുക്ക് നൗണിൻ്റെ കൂടെ ഉപയോഗിക്കാം. അതായത് ഷീസ് മൈ ഓൺലി ഡോട്ടർ. എൻ്റെ ഒരേ ഒരു മകളാണ്. ഓൺലി സൺ, ഓൺലി ഡോട്ടർ എന്ന് നമ്മൾ കേട്ട് ശീലിച്ചിട്ടില്ലേ? ഓഹ്, നോയ്സ് ഇസ് ദ ഓൺലി കംപ്ലൈൻറ്റ് അബൌട്ട് ദാറ്റ് പ്ലേസ്. ശബ്ദം എന്നുള്ളത് മാത്രമാണ് ആ സ്ഥലത്തെക്കുറിച്ച് നമുക്കുള്ള കംപ്ലൈൻറ്റ്. ദാറ്റ്സ് ദ ഓൺലി കംപ്ലൈൻറ്റ്. നമുക്കുള്ള കംപ്ലൈൻ്റ് ആണ്. ദാറ്റ്സ് ദ ഓൺലി കംപ്ലൈൻറ്റ്. പിന്നെ നമ്മൾ പറയത്തില്ലേ, ദിസ് ഈസ് യുവർ ഓൺലി ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരേ ഒരു അവസരമാണിത്. ദിസ് ഈസ് യുവർ ഓൺലി ഓപ്പർച്യൂണിറ്റി. ഈ അവസരം നിങ്ങൾ വിനിയോഗിക്കണം. ദിസ് ഈസ് യുവർ ഓൺലി ഓപ്പർച്യൂണിറ്റി. ഇതിനു മുന്നേ ഇയാളെ കണ്ടിട്ടുണ്ടോ? ഓ ഇല്ല, 2 വർഷം മുമ്പ്. ദാറ്റ് വാസ് ദ ഓൺലി ടൈം ഐ സോ ഹർ. ദാറ്റ് വാസ് ദ ഓൺലി ടൈം ഐ സോ ഹർ. ആ സമയത്ത് മാത്രമേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ പറയും, ഹേ ഡോണ്ട് ലൂസ് ദാറ്റ്, ദാറ്റ്സ് ദ ഓൺലി വൺ ഐ ഹാവ്. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അതുകൊണ്ട് കളയരുത്. പിന്നെ നമ്മളിപ്പം സ്വീറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പം നമുക്ക് പറയാം ദാറ്റ്സ് ദ ഓൺലി വൺ, ഡസ് എനിബഡി വാണ്ട് ഇറ്റ്. ഈ ഒരെണ്ണം കൂടിയുള്ളൂ, ആർക്കെങ്കിലും വേണമോ എന്ന്. സോ കണ്ടില്ലേ, നമ്മൾ ഓൺലി എന്ന വാക്കിനെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന്. ഇതിൽ നമ്മൾ പറഞ്ഞ റൂളും ഇതിലെ ഗ്രാമാറ്റിക് ആസ്പെക്റ്റിലൊന്നും കൺഫ്യൂസ്ഡ് ആകരുത് കേട്ടോ. അങ്ങനെ കൺഫ്യൂസ്ഡ് ആവാൻ നിന്നാൽ നമുക്ക് അതിനെ സമയം ഉണ്ടാവുകയുള്ളൂ. ഇത്രമാത്രം ചെയ്താൽ മതി. നമ്മളിന്ന് ഓൺലി വെച്ച് ഉപയോഗിച്ച കുറേ സെൻറ്റൻസസ് ഇല്ലേ, അതിൽ നിന്നൊരു 5 സെൻറ്റൻസ് നമുക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന 5 സെൻറ്റൻസ് എടുത്ത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് യൂസ് ചെയ്യാം. നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സെൻറ്റൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൺലി എന്ന പ്രയോഗം നമ്മുടെ ഭാഷയുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുക. ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇതൊട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. ഇറ്റ്സ് വെരി സിമ്പിൾ
and it's only a matter of time before you will be able to use this. ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. Especially ഇന്ന് നമ്മൾ ഉപയോഗിച്ച സെൻറ്റൻസസ്, only opportunity, there's only one more, it's only 3 o'clock, we've got more time. അങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഓൺലി എന്ന പ്രയോഗം. സോ ട്രൈ യൂസിങ് ഇറ്റ്. Keep watching Surya Simple English and like the video if you liked it. Only if you liked it, കേട്ടോ, ഇഷ്ടമായെങ്കിൽ മാത്രം. And share the video. Also follow me on Instagram. Bye. It's only a matter of time before you start speaking in English. അങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. ഇനി അതെല്ലാം ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഐ ഓൺലി ഹോപ്പ് ദാറ്റ് ഇറ്റ് ഈസ് ഓക്കെ.